നമസ്കാരം. 90കളുടെ പകുതി മുതൽ 2010കളുടെ തുടക്കം വരെ ജനിച്ച തലമുറ ലോകമെമ്പാടുമുള്ള സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസം, സാമ്പത്തിക പ്രതിസന്ധി, കാലാവസ്ഥാ വ്യതിയാനം, സാമൂഹിക നീതി തുടങ്ങിയ വിഷയങ്ങളിൽ ഭരണകൂടങ്ങൾക്കെതിരെ ഈ യുവതലമുറ നടത്തുന്ന പ്രക്ഷോഭങ്ങളെയാണ് പൊതുവെ ജെൻസി പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെ വിപ്ലവകരമായ വളർച്ചയുടെ കാലത്ത് ജനിച്ചവരാണ് ജെൻസി. സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും അവരുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഡിജിറ്റൽ ലോകത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് വിവരങ്ങൾ അതിവേഗം ശേഖരിക്കാനും സമാന ചിന്താഗതിക്കാരുമായി ലോകമെമ്പാടും ബന്ധപ്പെടാനും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ഇവർക്ക് അനായാസം സാധിക്കുന്നു. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ അട്ടിമറിച്ചതും ഇതേ ജെൻസിയാണ്. ഇപ്പോഴിതാ പാക് അധിനിവേശ കശ്മീർ വീണ്ടും പ്രക്ഷോഭങ്ങളുടെ കരിന്തിരിയിൽപ്പെട്ട് കത്തുകയാണ്. വിദ്യാഭ്യാസ നയങ്ങളോടുള്ള അതൃപ്തി കാരണം വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ജെൻസി വിഭാഗത്തിൽപ്പെടുന്ന യുവജനങ്ങൾ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയിരിക്കുന്നു. സർവകലാശാല ഫീസ് വർധനവിനും പരീക്ഷാ നടത്തിപ്പിലെ അപാകതകൾക്കും എതിരെ സമാധാനപരമായി ആരംഭിച്ച ഈ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്ക് നേരെ വെടിയുതിർത്തതോടെ മാരകമായ വഴിത്തിരിവിൽ എത്തിയിരിക്കുകയാണ്. സമീപ മാസങ്ങളിൽ POKയെ പിടിച്ചുകുലുക്കിയ രണ്ടാമത്തെ വലിയ പ്രക്ഷോഭമാണിത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നികുതി ഇളവ്, കുറഞ്ഞ വൈദ്യുതി നിരക്ക്, വികസന പദ്ധതികൾ പൂർത്തിയാക്കൽ തുടങ്ങിയ സാമ്പത്തിക വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മേഖലയിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. ഈ പ്രക്ഷോഭങ്ങളുടെ തുടർച്ച എന്നോണം ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളാണ് ഭരണകൂടത്തിന് തലവേദന സൃഷ്ടിക്കുന്നത്. ഈ മാസം ആദ്യം മുസഫറാബാദിലെ ആസാദ് ജമ്മു ആൻഡ് കശ്മീർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പുതിയ പ്രതിഷേധ തരംഗം ആരംഭിച്ചത്. വൻതോതിലുള്ള ഫീസ് വർധനവിനും പുതിയ ഡിജിറ്റൽ മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തിയതിനെ തുടർന്നുണ്ടായ പരീക്ഷാ ഫലങ്ങളിലെ ക്രമക്കേടുകൾക്കും എതിരെയായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. 6 മാസത്തെ കാലതാമസത്തിന് ശേഷമാണ് ഇന്റർമീഡിയറ്റ് 1ാം വർഷ പരീക്ഷാ ഫലങ്ങൾ പുറത്തു വന്നിരുന്നത്. ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്ക് അപ്രതീക്ഷിതമായി കുറഞ്ഞ മാർക്ക് ലഭിച്ചു. കൂടാതെ ചില വിഷയങ്ങളിൽ പരീക്ഷ എഴുതാത്തവർ പോലും വിജയിച്ചതായി ഫലങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. വിഷയം പരിശോധിക്കുവാൻ സർവകലാശാല ഭരണകൂടം ഒരു പാനലിനെ നിയമിച്ചു എങ്കിലും ഓരോ വിഷയത്തിനും 1500 രൂപ പുനഃപരിശോധനാ ഫീസ് ഏർപ്പെടുത്തിയത് വിദ്യാർത്ഥികളുടെ രോഷം വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി യൂണിയനുകളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സർക്കാർ നിരോധിക്കുകയും ചെയ്തു. പ്രതിഷേധം കടുക്കുന്നതിനിടെ ഒരാൾ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുകയും ഒരാൾക്ക് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തു. ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് കശ്മീർ ഡിജിറ്റൽ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രാജ മാമൂൺ ഫഹദ് എന്ന ആളാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത്. എന്നാൽ പ്രതിക്കെതിരെ കാര്യമായ നടപടിയൊന്നും എടുക്കാതെ അയാളെ പോലീസ് രക്ഷപ്പെടുത്തി. ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ പൗര കൂട്ടായ്മകളും വിദ്യാർത്ഥി സംഘടനകളും ഒന്നിച്ചു. ഷഹബാസ് ഷെരീഫ് സർക്കാരിനും പാകിസ്ഥാൻ സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധമുയരുവാൻ ഇത് കാരണമായി. POKയിൽ മാത്രമായി ഒതുങ്ങാതെ ഈ പ്രക്ഷോഭം രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യത ഷഹബാസ് ഷെരീഫ് സർക്കാരിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെ ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുവാൻ സാധ്യതമായതെല്ലാം ചെയ്യുകയാണ് പാക് സർക്കാർ. അഴിമതിക്കും അവസരങ്ങളുടെ അഭാവത്തിനുമെതിരെ നേപ്പാളിൽ ജെൻസി വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭങ്ങളുമായി POKയിലെ നിലവിലെ പ്രക്ഷോഭത്തിന് സാമ്യമുണ്ട്. നെറ്റ്ഫ്ലിക്സ്, ടിക്ടോക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ സേവനങ്ങൾ നിരോധിക്കുവാൻ പാകിസ്ഥാൻ സർക്കാർ അടുത്തിടെ നടത്തിയ ശ്രമങ്ങൾ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താനും രാജ്യവ്യാപക പ്രക്ഷോഭമായി മാറുന്നത് തടയാനുമുള്ള മുൻകരുതലുകളായാണ് വിലയിരുത്തപ്പെടുന്നത്. ജമ്മു ആൻഡ് കശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധക്കാർക്ക് കൂടുതൽ കരുത്തും ധൈര്യവും ലഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പിന്നോക്കാവസ്ഥയും വിദ്യാഭ്യാസത്തിലെ അവകാശ നിഷേധങ്ങളും ചേർന്ന് POKയിലെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഈ പ്രക്ഷോഭം ഷഹബാസ് ഷെരീഫ് സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.